അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറെ നാളെ നമ്മള് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ തുടങ്ങുന്നു സായിപ്പന്മാരൊക്കെ ഐസ് ബാത്ത് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരാഗ്രഹം ഒരു ഐസ് ബാത്ത് ചെയ്യാൻ പോണേ. അപ്പൊ ഇന്ന് നമ്മളായിട്ട് ഐസ് ബാത്ത് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മള് ഐസ് ബാത്ത് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു തീരുമാനമല്ല, നമ്മൾ ഒരാഴ്ചയായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് മാക്സിമം ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ ഈ ഒരു പ്ലാൻ വരെ എത്തിയത്. അപ്പൊ നമ്മൾ ശേഖരിച്ച് വെച്ച ഐസൊക്കെ ഇപ്പൊ കാണിക്കാം. ഓക്കെ, സ്ഥലം നമ്മൾ ഉള്ള സ്ഥലത്തിൽ ഗ്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ടയൊക്കെ ഉണ്ടാക്കണം. മാക്സിമം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റാത്ത ഉണ്ടാക്കണമല്ലോ ഗൈസ്. അപ്പൊ അടുത്ത നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഐസ് കട്ടയൊക്കെ എവിടെ കുളിക്കും എന്നുള്ളതായിരുന്നു. നമുക്ക് എന്തായാലും ബക്കറ്റിൽ കുളിക്കാൻ പറ്റില്ല. ബക്കറ്റിൽ കാരണം ഞങ്ങൾ രണ്ടും കൂടെ തികയല്ല അല്ലെ. അപ്പൊ ബക്കറ്റിൽ തികയാത്ത നമുക്ക് വലിയൊരു സ്ഥലം വേണം. ഇവൻ പറഞ്ഞു ആറ്റി കുളിക്കാൻ എന്തായാലും പറ്റിയല്ലോ. അപ്പൊ നമ്മളിപ്പോ കണ്ടിട്ടുള്ള സ്ഥലം എന്താണെന്ന് വെച്ചാൽ വീടിന്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്കിൽ നമ്മൾ കുളിക്കാൻ തീരുമാനിച്ചപ്പോൾ വാട്ടർ ടാങ്കിൽ വെള്ളം നിറയ്ക്കാനുള്ള പൈപ്പാണിത്. അപ്പോൾ വാട്ടർ ടാങ്ക് എങ്ങനെയാ ഉള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്. അത് ടാങ്ക്, അത് വാട്ടർ ടാങ്ക്. കാണിച്ചു തരാം. ക്ലീൻ ചെയ്യണം. കുറച്ചൊക്കെ വിലയൊക്കെ ഉള്ളല്ലേ, കുറച്ച് പുടപ്പേട മച്ചിങ്ങ ഒക്കെ ഉള്ളു. ഇതാണ് റോഡ്, വഴിയിൽ റോഡൊക്കെ ഉണ്ട്. നല്ല വീടിന്റെ നല്ല വ്യൂ ആണല്ലേ. നമ്മൾ ആദ്യം ഈ ജാറിൽ കുളിച്ചാലോ എന്ന് ആലോചിച്ചാണ്. ജാറിൽ കുളിക്കാൻ കാരണം ഓൾറെഡി ഒരു ഹോട്ടുണ്ട്. അപ്പം കൂൾ ബാത്ത്, ഐസ് ബാത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നടക്കുകയില്ല. കുത്തി റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിനി ചെറിയ ചപ്പൊക്കെ കൈ കൊണ്ട് എടുത്ത് വന്നിട്ട് ബാക്കി ചെളിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കളയാം. ഐസ് ഇപ്പം എന്തായാലും ഒരു പാലിട്ട് കഴുകിയാലേ പോകത്തുള്ളൂ. അല്ല ശരി, പാലല്ല, സോപ്പൊടി ഇട്ട് കഴുകിയാലേ പോകത്തുള്ളൂ. ഭയങ്കര പായല. അപ്പം സോപ്പിട്ട് കഴുകാൻ വേണ്ടി പോകണം. കാരണം കുറെ നാളെ എവിടെ കുളിച്ചിട്ട് പണ്ടങ്ങാണ്ട് കുളിച്ചത് അല്ലടാ. പണ്ട് കുളിച്ചിട്ടുണ്ട്. ചൂലെടുത്തുണ്ടോ ഞാൻ? ചൂല് കിട്ടിയില്ല. അപ്പൊ നമുക്ക് ബ്രഷ് കിട്ടി. ബ്രഷ് കാണിച്ച് ഈ ബ്രഷ് നമുക്ക് കിട്ടി അല്ലേ. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള 1.5 ടീസ്പൂൺ ഉപ്പാണ്. നമുക്ക് എല്ലായിടത്തും ഒന്ന് വിതറി കൊടുക്കാം. പണി തുടങ്ങാം. തേക്കുമ്പോ നല്ല ചെളി പോകുന്നുണ്ടല്ലോ. തേച്ചോണ്ടിരിക്കുകയാണ്. കാണാലോ. ഹായ് പറ. ഹായ്. തേച്ച് കഴിഞ്ഞാൽ കുളിക്കാം. 1 കിലോ മുന്തിരി മൊത്തം തേച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. അത് മിനിങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെളിയിലോട്ട് വിടാം. നിങ്ങൾക്ക് വലിയ വൃത്തി തോന്നില്ലെങ്കിലും നല്ല വൃത്തിയുണ്ടല്ലോടാ. നമ്മുടെ കൂടെ ഇന്ന് ബാത്താൻ ഒരിക്കലും ബാത്താത്ത അക്കൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഹായ് തരുമോ? ഒരിക്കലും കുളിക്കാത്ത കാരണം ഒന്ന് കുളിച്ചേക്കാന്ന് കരുതി. അതും ഐസ് ബാത്ത് അല്ലേ? അതെ തന്നെ. ഗൈസ്, അപ്പൊ കുളിക്കലിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. രണ്ടുപേരും പച്ച ഹോസൊക്കെ ഇട്ട് നല്ല പണിയിലാണ്. ഈ തുളയും കൂടെ അടച്ചാൽ പിന്നെ നമുക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചിട്ട് ഐസ് കെട്ട് ഇടാം. പിന്നെ കുളിക്കാം. അതെ. അപ്പൊ വെള്ളം നിറച്ചോണ്ടിരിക്കുകയാണ്. ഈ മൂലയിൽ അടച്ചോണ്ടിരിക്കുകയാണ്. വെള്ളം നമുക്ക് നിറയാനൊരു 10 മിനിറ്റ് എടുക്കും. പറഞ്ഞ പോലെ വെള്ളമൊക്കെ നമ്മൾ നിറച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് വെള്ളം കിടക്കുന്നതാണ്. ഐസ് എടുക്കണം. ഐസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇടണം. അപ്പൊ ഐസ് എടുത്തോണ്ട് വരുന്ന കാണിച്ചു തരാം ഗൈസ്. അപ്പൊ നമ്മുടെ പിള്ളേര് ഒരു ബക്കറ്റ് നിറച്ച് ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് ഗ്ലാസ് പോലത്തെ ഐസ് കട്ട ആക്കിയിട്ടുണ്ട്. മോനെ പൊള്ളി. ഗ്ലാസ് ഉണ്ട്, വലിയ ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് തന്നെയായി. ഇപ്പൊ തണുക്കുന്നതിന് നമുക്ക് ഇത് കൊട്ടാം അല്ലെ. കുട്ടി ഉടനെ ചാടിക്കണം. ബനി വിട്ടിട്ടാണ് ചാടാ. എന്നാലും അതിന് ഫീൽ കിട്ടത്തുള്ളൂ. അപ്പൊ കൊട്ടുന്ന നമുക്ക് കൊട്ടുന്ന എടുക്കാം. ക്യാമറ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കൊട്ടിക്കോ. ഐസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രയൽ ഞാനാണ്. പാത്രത്തിലൊക്കെ വെച്ചെടുത്ത് നല്ല അടിപൊളി പാത്ര ഐസ്. അടിപൊളിയാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി ഉണ്ട്. അടുത്തവൻ ചാടിയിട്ടുണ്ട്. ഐസ് കട്ടയൊക്കെ നല്ല മെതുവ കുതിറി നനപ്പ് കിട്ടും. അടിപൊളി ഫീലിങ്സ് ആണ്. ഇതുപോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ. ആണല്ലേ. നമ്മളിങ്ങനെ ഒക്കെ ആദ്യമായിട്ടാണ് കുളിക്കാനൊക്കെ. ഇതാണ് നമ്മുടെ ഐസ് സോപ്പ്. ഇത് ഐസ് സോപ്പ് ആദ്യമായിട്ട് കുളിക്കുന്നതൊക്കെ പറയുന്നത്. കുളിക്കുന്ന ആദ്യമായിട്ടാ. ശരിയാ. അതുകൊണ്ടും കൂടെ ഉള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തണുപ്പ് മാറിയിട്ടില്ല. നല്ല തണുപ്പുണ്ട്. കണ്ടോ? തണുപ്പടിച്ച് കൈയൊക്കെ ചുമന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോ സമയം ഉച്ചയായിട്ടുണ്ട്. ഈ ഉച്ചയിലും നല്ല രസത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റും. ഇതുപോലെ എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ ഐസ് ബാത്ത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നല്ലൊരു ഉണർവായി. ഞങ്ങള് ബാക്കി അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതെ.
പൈസ തകർത്ത്